നമസ്കാരം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ ബന്ദി കൈമാറ്റം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂരതയുടെ അങ്ങേയറ്റവും മനുഷ്യത്വരഹിതവുമാണ് ഹമാസ് ഭീകരരുടെ ഇടപെടലുകൾ എന്നായിരുന്നു രക്ഷപ്പെട്ട് തിരിച്ചെത്തിയവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന, കാർക്കിച്ച് തുപ്പിപ്പോകുന്ന ഒരു വാർത്ത കൂടി ഹമാസ് ഭീകരരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ്. സുവർഗാനുരാഗികളായ സ്വന്തം സംഘാംഗങ്ങളെ ഹമാസ് നേതൃത്വം തൂക്കിക്കൊന്നിരിക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ടുകൾ. അതും ദിവസങ്ങളോളം ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച ശേഷം. ഹമാസിന്റെ ചില രഹസ്യ രേഖകൾ ചോർന്നതിൽ നിന്നാണ് ഈ കാര്യം ലോകത്തിന് മുന്നിൽ വെളിവായത്. 2023 ഒക്ടോബറിലെ ആക്രമണത്തിന് പിന്നാലെ തടവിലാക്കിയ നിരവധി ഇസ്രായേലി പുരുഷന്മാരെ അനേകം ഹമാസ് അംഗങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ സംഘടനയുടെ ധാർമ്മികതയും നിയമങ്ങളും പാലിക്കാതെ സുവർഗരതിയിലേർപ്പെട്ട അംഗങ്ങളുടെ വിവരശേഖരണവും ഹമാസ് നടത്തി. കനത്ത വിലയാണ് ഇവർക്ക് തങ്ങളുടെ ചെയ്തിക്ക് പകരമായി നൽകേണ്ടി വന്നത്. വിചാരണകൾക്ക് പോലും കാത്തു നിൽക്കാതെ ഇവരെ കൊന്നു തള്ളുകയായിരുന്നു. ഗാസയിൽ പണ്ട് മുതലേ തന്നെ നിയമവിരുദ്ധമാണ് സുവർഗാനുരാഗം. ഇത് കുറ്റകൃത്യമായിട്ടാണ് അവർ കാണുന്നത്. ഇതിലേർപ്പെടുന്നവർക്ക് തടവ് ശിക്ഷയോ വധശിക്ഷയോ ആണ് നൽകി വരാറുള്ളത്. ഏറ്റവും പ്രാകൃതമായ നിയമങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യ പോരാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തങ്ങൾക്കിടയിൽ നിന്നും പീഡകർ സജീവമായതായി ഹമാസ് കണ്ടെത്തിയത്. ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 94 അംഗങ്ങളുടെ പട്ടികയാണ് ഹമാസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത്. സുവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി സല്ലപിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ദൈവത്തെ ശപിച്ചു, ഫേസ്ബുക്കിലൂടെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ ആരോപണങ്ങളും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതിനെല്ലാം ന്യായീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത്. സ്വർഗാനുരാഗിയായ ഒരു ഭീകരനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്: അയാൾ നിരന്തരം ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നു, അയാൾക്ക് ഫേസ്ബുക്കിൽ പ്രണയബന്ധങ്ങളുണ്ട്, പെരുമാറ്റത്തിലും ധാർമ്മികതയില്ല, ഇയാൾ ഹമാസിന് സ്വീകാര്യനല്ല, റിക്രൂട്ട്മെന്റിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, സ്വർഗരതിയാണ് ഇത്രയേറെ അംഗങ്ങളെ കൊല്ലാനുള്ള കാരണമെന്നും പറയുന്നുണ്ട് ഇവർ. ഇത്രയൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വിശ്വസനീയമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നിൽ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സ്വർഗാനുരാഗി എന്ന ഒരു ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്ത് ശിക്ഷയും കൊടുത്താലും എതിരഭിപ്രായം ഇല്ല എന്നതുകൊണ്ട് അത് കള്ളത്തരത്തിലൂടെ ആ ഒരു പേര് കൊടുത്തതാണോ എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചകളിലുള്ളത്. ഇതിനും സ്വന്തം അംഗങ്ങളെ വധിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഹമാസ് വ്യക്തമാകുന്നതുവരെ ഇതിന് പിന്നിൽ സ്വർഗാനുരാഗമാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടതായി വരും.